കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 7-ാം തീയതി നമ്മൾ പറഞ്ഞു അഘൂരത സംകഷ്ടി ചതുർത്ഥിയാണ്, കൃഷ്ണപക്ഷ ചതുർത്ഥി. അന്നേ ദിവസം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിലാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇന്ന് നമ്മൾ ഗണേശ ഭഗവാന്റെ വിവാഹ കഥയാണ് പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് ഈ കഥ അവസാനം വരെ കേൾക്കണം. നമ്മളൊക്കെ സാധാരണയായിട്ട് സരസ്വതി ദേവിയെയാണ് വിദ്യാദേവത എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളോടൊക്കെ തന്നെ നമ്മൾ പറയും, സാധാരണ എന്താണ് പറയുന്നത്? സരസ്വതി ദേവിയുടെ നാമങ്ങൾ ജപിക്കുക, സരസ്വതി ക്ഷേത്ര ദർശനം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു കാര്യം അത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം ദേവതകളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ദേവനാണ് വിഘ്നേശ്വരൻ. എന്തുകൊണ്ടാണ് അത്രയും ബുദ്ധി ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്? അതായത് വ്യാസഭഗവാൻ മഹാഭാരതം രചിക്കുവാനായി തയ്യാറെടുക്കുന്ന സമയത്ത് നാരദ മഹർഷിയോട് വ്യാസഭഗവാൻ ചോദിക്കുന്നു, അല്ലയോ നാരദരെ, ഞാൻ കഥ പറയുമ്പോൾ നിർത്താതെ ആർക്കാണ് എഴുതാൻ സാധിക്കുന്നത്? അതായത് തെറ്റുപറ്റരുത്, നിർത്തരുത്, എന്നാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും വേണം. അങ്ങനെ ഗ്രഹിച്ചിട്ട് എഴുതണം. അല്ലാതെ വ്യാസഭഗവാൻ പറയുന്നു അതുപോലെ പകർത്തുന്നു, ആ നിലയിലാകരുത്. ഞാൻ പറയുന്നത് എന്താണോ അത് ഗ്രഹിച്ചിട്ട് നിർത്താതെ തെറ്റാതെ ആർക്കെഴുതാൻ സാധിക്കുമെന്ന് വ്യാസദേവൻ നാരദ മഹർഷിയോട് ചോദിച്ചപ്പോൾ നാരദ മഹർഷിക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഗണപതിയാണ്. അത്രത്തോളം ബുദ്ധിശാലിയാണ് ഗണപതി. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ വിഘ്നേശ്വരനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഭഗവാന് അർച്ചനകൾ ചെയ്യണം. വിഘ്നേശ്വരന് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ കുട്ടികളെ കൊണ്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിപ്പിക്കുകയും കഴിയുമെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുകയും 2 നേരവും നാമം ജപിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം വിദ്യ പ്രദാനം ചെയ്യുവാൻ ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാനാണ് വിഘ്നേശ്വരൻ. അതുപോലെ തന്നെ സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നതിനും കടങ്ങൾ മാറുന്നതിനുമൊക്കെ തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. വിവാഹപ്രായം എത്തിച്ചേർന്നു. ശിവനും പാർവതിയും മകൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയ ആ നിമിഷം തന്നെ പ്രജാപതിയായ വിശ്വരൂപന് മഹാദേവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് മഹാദേവൻ്റെ പുത്രനായ ഗണപതിക്ക് വിവാഹാലോചന ഭഗവാന്റെ മനസ്സിൽ വന്നു എന്ന് പ്രജാപതിയായ വിശ്വരൂപൻ മനസ്സിലാക്കുകയും തൻ്റെ പെൺകുട്ടികളെ ഗണപതിക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രജാപതി വിശ്വരൂപൻ്റെ അതീവ സുന്ദരികളായ അതുപോലെ തന്നെ ബുദ്ധിമതികളുമായ കന്യകളായിരുന്നു സിദ്ധിയും ബുദ്ധിയും. ശ്രദ്ധിക്കുക, അതീവ സൗന്ദര്യമുള്ളതും അതീവ ബുദ്ധിശാലികളുമായ 2 പെൺകുട്ടികൾ പ്രജാപതി വിശ്വരൂപൻ്റെ. അവരുടെ പേരുകൾ സിദ്ധിയും ബുദ്ധിയും. ആ 2 പേരെയും ഗജാനനന് നൽകുന്നതിൽ വിശ്വരൂപ പ്രജാപതിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവനും പാർവതിയും അവരുടെ വിവാഹം സന്തോഷത്തോടുകൂടി നടത്തിക്കൊടുക്കുകയും ചെയ്തു. ആ വിവാഹ അവസരത്തിൽ സകല ദേവന്മാരും ഋഷികളും പങ്കെടുക്കുകയും അവർ സന്തോഷത്തോടുകൂടി വിഘ്നേശ്വരനെ അനുഗ്രഹിക്കുകയും വിഘ്നേശ്വരനെയും
പത്നിമാരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഗണേശൻ തൻ്റെ 2 ഭാര്യമാരെയും കൊണ്ട് സ്വവസതിയിലേക്ക് മടങ്ങുന്നു. കാലങ്ങൾ കടന്നു പോകുന്നു. ഗണേശന് ആ പത്നിമാരിൽ 2 ദിവ്യപുത്രന്മാരുണ്ടായി. സിദ്ധിയിൽ നിന്ന് ക്ഷേമനും ബുദ്ധിയിൽ നിന്ന് അതിസുന്ദരനായ ലാഭൻ എന്ന പുത്രനും ജനിക്കുന്നു. അങ്ങനെ ഗണനാഥൻ സുഖഭോഗങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ച് കഴിയുന്ന സമയത്ത് കാർത്തികേയൻ, അതായത് സഹോദരനായ മുരുകൻ, ഭൂമണ്ഡലം മുഴുവനും പ്രദക്ഷിണം വെച്ച് തിരിച്ചെത്തുന്നു. ആ സമയത്താണ് നാരദൻ മുഖേന അവിടെ നടന്ന സകല കാര്യങ്ങളും മുരുകദേവൻ അറിയുന്നത്. അതായത് കാർത്തികേയൻ എന്തിനു വേണ്ടിയിട്ടാണ് ലോകം മുഴുവനും പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോയത്? അതായത് മഹാദേവനും ശ്രീപാർവതിക്കും 2 പുത്രന്മാരാണ് ഉള്ളത്, ഗണേശനും കാർത്തികേയനും. തങ്ങളുടെ പുത്രന്മാരുടെ ആ ലീലകളെല്ലാം കണ്ട് വളരെ സന്തുഷ്ടരായ ആ മാതാപിതാക്കൾ മക്കൾ വളർന്നു വന്നപ്പോൾ അവരെ വിവാഹം കഴിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ മഹാദേവൻ പറയുകയാണ്, നമ്മുടെ പുത്രന്മാർ 2 പേരും വിവാഹപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കാർത്തികേയനും ഗണേശനും 2 പേരും നമുക്ക് തുല്യരാണ്. അതുകൊണ്ട് തന്നെ ആരുടെ വിവാഹമാണ് ആദ്യം നടത്തേണ്ടത്? ഇങ്ങനെ മഹാദേവൻ ശ്രീ പാർവതിയോട് ചോദിക്കുന്നു. ആ സമയത്ത് 2 പുത്രന്മാരുടെയും മനസ്സിൽ അവരുടെ വിവാഹത്തെ പറ്റിയിട്ടുള്ള ചിന്തകളും ഉണ്ടാകുന്നു. അച്ഛനും അമ്മയും തങ്ങളുടെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ള കാര്യം കാർത്തികേയനും ഗണേശനും അറിയുകയും കാർത്തികേയൻ വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുകയാണ്, ഞാനല്ലേ മൂത്ത മകൻ, അതുകൊണ്ട് എൻ്റെ വിവാഹം ആദ്യം നടത്തണം എന്ന് കാർത്തികേയൻ അച്ഛനോടും അമ്മയോടും പറയുന്നു. ആ സമയത്ത് ശൂരപത്മാസുര വധമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ടതും ഗണേശൻ പറയുകയാണ്, അത് പറ്റില്ല, എൻ്റെ വിവാഹം ആദ്യം നടത്തണമെന്ന്. അങ്ങനെ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കം കണ്ട്, ഈ സൗന്ദര്യ പിണക്കം കണ്ട് അച്ഛനും അമ്മയും സന്തോഷിക്കുന്നു. ശിവനും പാർവതിയും ഗണേശനെയും കാർത്തികേയനെയും തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് അവർ പറയുകയാണ്, പ്രിയപുത്രന്മാരെ, നിങ്ങളിൽ ആരുടെ വിവാഹമാണ് ആദ്യം നടത്തേണ്ടത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിബന്ധനയുണ്ട്, അത് എന്താണെന്ന് ഞങ്ങൾ പറയാം. ഒരുപക്ഷേ അത് നിങ്ങൾക്ക് സമ്മതവും ആയേക്കാം എന്ന് മഹേശ്വരൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ അതെന്താണ് എന്ന് 2 പേരും കൂടി ചോദിക്കുന്നു. നിങ്ങൾ 2 പേരും ഞങ്ങൾക്ക് തുല്യരാണ്. അതിനാൽ ഞങ്ങളിൽ നിങ്ങളുടെ വിവാഹകാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾ കേൾക്കുക. ആരാണോ ഈ ഭൂമണ്ഡലമാകെ പ്രദക്ഷിണം ചെയ്ത് ആദ്യം എത്തുന്നത് അവരുടെ വിവാഹം ഞങ്ങൾ ആദ്യം നടത്തിത്തരുന്നതാണ്. ഇങ്ങനെ മഹാദേവനും ശ്രീ പാർവതിയും കൂടി ഇവരോട് പറയുന്നു. അച്ഛനമ്മമാരുടെ വാക്കുകൾ കേട്ട ഉടൻ തന്നെ കാർത്തികേയൻ അവിടെ നിന്നും പുറപ്പെട്ട് ഭൂമണ്ഡലം പ്രദക്ഷിണം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ മഹാബുദ്ധിമാനായ ഗണേശൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഞാൻ ഇനി എന്തു ചെയ്യും, എവിടെ പോകും? പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ തോറ്റുപോകും. ഒരു നാഴിക പോലും തികച്ചു നടക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് ഈ ലോകം മുഴുവനും പ്രദക്ഷിണം ചെയ്യുന്നത്? ഇങ്ങനെ ഗണേശൻ ചിന്തിക്കുന്നു. അതിനുശേഷം ബുദ്ധിമാനായ ഗണേശൻ തൻ്റെ അച്ഛനമ്മമാരോട് പറയുകയാണ്, അല്ലയോ പിതാശ്രീ, മാതാശ്രീ, ഞാൻ നിങ്ങളെ ആരാധിക്കുന്നതിനു വേണ്ടി ഇവിടെ 2 ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദയവായി 2 പേരും അവിടെ വന്ന് ഇരുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ഇങ്ങനെ ബുദ്ധിമാനായ ഗണേശൻ അച്ഛനമ്മമാരോട് പറയുന്നു. മകൻ്റെ വാക്കുകേട്ട് പാർവതിയും പരമേശ്വരനും അവിടെ വന്ന് ഇരിക്കുന്നു. ഗണപതി അവരെ പൂജിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നു. പിന്നെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചതിനു ശേഷം കീർത്തനങ്ങൾ കൊണ്ട് വാഴ്ത്തി സ്തുതിക്കുന്നു. എന്നിട്ട് അവരെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അതീവ ബുദ്ധിശാലിയായ ഗണേശൻ പറയുകയാണ്, അല്ലയോ മാതാവേ, അല്ലയോ പിതാവേ,
ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കേട്ടപ്പോൾ കൗതുകത്തോടു കൂടി അവർ ചോദിക്കുകയാണ്, മകനെ ഗണേശ, കാർത്തികേയൻ ലോകം ചുറ്റാനായി പോയിരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? എത്രയും വേഗം നീയും പോവുക. എന്നിട്ട് അവനേക്കാൾ മുമ്പേ നീ തിരിച്ചു വരിക. അങ്ങനെയാണെങ്കിൽ നിന്റെ വിവാഹം ഞങ്ങൾ ആദ്യം നടത്തിത്തരാം എന്ന് അച്ഛനും അമ്മയും ഗണേശനോട് പറയുന്നു. മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗണേശൻ പറയുകയാണ്, അല്ലയോ സർവശ്രേഷ്ഠരായ മാതാപിതാക്കളെ, നിങ്ങൾ ധർമ്മരൂപികളും ബുദ്ധിമാന്മാരും ആണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങളാണ് ഈ ജഗത്തിൻ്റെ പിതാക്കൾ. അതിനാൽ ഞാൻ നിങ്ങളെ 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഗണേശൻ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, പ്രിയപുത്ര, സമുദ്രം അടക്കമുള്ള വനാന്തരങ്ങളോട് കൂടിയ ഈ വിശാല ഭൂമി നീ എപ്പോഴാണ് പ്രദക്ഷിണം വെച്ചത്? ശിവനും പാർവതിയും ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഘ്നേശ്വരൻ പറയുകയാണ്, മാതാപിതാക്കളെ, വേദങ്ങളും ശാസ്ത്രങ്ങളും പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കന്മാരെ പൂജിക്കണമെന്നാണ്. അവരെ പൂജിച്ച് പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് ഭൂമണ്ഡലത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ഫലം ലഭിക്കുമെന്നാണ്. എന്തെന്നാൽ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാരുടെ ആശീർവാദമാണ് ഏറ്റവും വലിയ ആശീർവാദം. അവരുടെ പാദങ്ങളിലുള്ള നമസ്കാരമാണ് ഏറ്റവും വലിയ നമസ്കാരം. ആ തത്വം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ശിവപാർവതിമാരായ നിങ്ങളെ പ്രദക്ഷിണം ചെയ്തത്. അതിലൂടെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിരിക്കുന്നു. അതല്ല, ഞാൻ പറഞ്ഞത് അസത്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വേദവും അസത്യമാകും. വേദത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഈ രൂപവും കള്ളമെന്ന് എനിക്ക് ധരിക്കേണ്ടി വരും. അതിനാൽ ഒന്നുകിൽ നിങ്ങൾ എൻ്റെ വിവാഹം നടത്തിത്തരണം, അല്ലെങ്കിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും കള്ളമാണ് എന്ന് നിങ്ങൾ പറയണം. ഇത് രണ്ടിലേതെങ്കിലും നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിക്കുക എന്ന് ഗണേശൻ അച്ഛനോടും അമ്മയോടും പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം ഗണേശൻ പിന്നെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി മാറി ഇരുന്നു. ഇത് കണ്ടപ്പോൾ സദാശിവനും ജഗദംബയും ആശ്ചര്യപ്പെട്ടു. തൻ്റെ പ്രിയപുത്രൻ്റെ ബുദ്ധി സാമർഥ്യത്തെപ്പറ്റി ഓർത്ത് ആ 2 പേരും, അതായത് ശിവനും പാർവതിയും, അഭിമാനിച്ചു. അങ്ങനെ മകൻ്റെ ആ ബുദ്ധിശക്തിയെ പ്രശംസിച്ചുകൊണ്ട് അവർ പറയുകയാണ്, മകനെ, നീ മഹത്തായ ആത്മബലത്താൽ സമ്പന്നനാണ്. നിന്നിൽ പരിശുദ്ധ ബുദ്ധികൾ ഉദയം ചെയ്തിരിക്കുന്നു. നീ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. പുത്ര, വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ധർമ്മം പാലിക്കുന്നതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമാക്കിയത് നീയാണ്. നിന്നെക്കൊണ്ട് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. നിന്റെ അപേക്ഷ ഞങ്ങൾ മാനിക്കുന്നു. നിന്റെ വിവാഹം ഉടൻ തന്നെ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. സമാധാനമായിരിക്കുക. ഇങ്ങനെ പറഞ്ഞ് അച്ഛനും അമ്മയും മകനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഈ മകൻ്റെ ഗണേശൻ്റെ വിവാഹം അവർ നടത്തിക്കൊടുക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും കാർത്തികേയൻ അറിയുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കാർത്തികേയൻ അവിടേക്ക് എത്തിച്ചേരുന്നത്. നാരദനാണ് വഴിയിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം കാർത്തികേയനോട് പറയുന്നത്. വിശേഷങ്ങളെല്ലാം അറിഞ്ഞ കാർത്തികേയന് വളരെയധികം ദേഷ്യം തോന്നുകയും അച്ഛനോടും അമ്മയോടും പിണങ്ങി അദ്ദേഹം ക്രൗഞ്ചമലയിലേക്ക് പോവുകയും ചെയ്തു. മകൻ്റെ വേർപാടിൽ പാർവതീദേവി വളരെയധികം സങ്കടപ്പെട്ടു. എനിക്ക് എൻ്റെ മകനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ എന്ന് പാർവതീദേവി ഭർത്താവിനോട് പറയുന്നു. ദേവിക്ക് സമാധാനമാകട്ടെ എന്നു കരുതി ശിവൻ ഉടൻ തന്നെ പാർവതീദേവിയുമായി അവിടേക്ക് പോകുന്നു. പിന്നീട്
മല്ലികാർജുനൻ എന്ന ജ്യോതിർലിംഗത്തിൻ്റെ രൂപത്തിൽ അവിടെ തന്നെ പ്രതിഷ്ഠിതനായി തീരുകയും ചെയ്യുന്നു. തന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി പാർവതിയോടുകൂടി അവിടെ മഹാദേവൻ വിരാജിച്ച് വരുന്നു. വർഷം തോറും തൻ്റെ മകനെ കാണുവാനായി അച്ഛനും അമ്മയും അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ശിവപുരാണത്തിൽ വർണ്ണിക്കുന്നത്. കറുത്തവാവ് ദിവസം ശിവനും വെളുത്തവാവ് ദിവസം പാർവതിയും അങ്ങോട്ടേക്ക് എത്തുന്നു എന്നും ശിവപുരാണം പറയുന്നു. ഈ കഥ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ശിവപുരാണമായാലും ഗണേശ പുരാണമായാലും സ്കന്ദപുരാണമായാലും ഭാഗവതമായാലുമൊക്കെ ഓരോ മഹർഷിമാർ എഴുതുന്നതാണ്. ഇതെല്ലാം നിരത്തി വെച്ച് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം ഓരോ മഹർഷിമാർ അതാത് കാലങ്ങളിൽ എഴുതിയത് കൊണ്ട് ചില പൊരുത്തക്കേടുകളൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാവുന്നതുമാണ്. അതുകൊണ്ട് ഇതെപ്പോഴാണ് സംഭവിച്ചത്, അതങ്ങനെയല്ലേ സ്കന്ദപുരാണത്തിൽ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഉത്തരം പറയാൻ എനിക്കറിയില്ല. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഐതിഹ്യങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഋഷിമാരും അവരവരുടെ ആ ഒരു കാലത്തിൽ എഴുതിയത് കൊണ്ട് ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണാവുന്നതാണ്. അത് തന്നെയുമല്ല, ആ ശരിയായ ശിവപുരാണമോ സ്കന്ദപുരാണമോ എന്നും അന്നത്തെ മഹർഷിമാരെഴുതിയ ആ തനതായ പകർപ്പ് അതൊന്നും ഇപ്പോഴും നമ്മുടെ കൈകളിലൊന്നുമില്ല. ഇതൊക്കെ പലരും വിവർത്തനം ചെയ്ത് നോക്കി പകർത്തി എഴുതിയ പല ബുക്കുകളുമാണ് നമ്മുടെയൊക്കെ കൈകളിലേക്ക് ഇപ്പോഴും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെച്ചിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശിവപുരാണം, സ്കന്ദപുരാണം, അതുപോലെ തന്നെ ഗണേശ പുരാണം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിവപുരാണത്തിൽ ഈ ലോകം ചുറ്റാനായിട്ട് പറയുന്നു. ഗണേശ പുരാണത്തിൽ നാരദൻ മാങ്ങയും കൊണ്ട് വരുന്നു, ആ മാങ്ങ കിട്ടുന്നതിന് വേണ്ടി ലോകം ചുറ്റാനായിട്ട് പറയുന്നു. അങ്ങനെ പല രീതിയിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം നമുക്ക് ഇനിയും ഒരുപാട് പഠനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ശരിയായ ഗ്രന്ഥങ്ങൾ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും ഞാൻ. അതുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുരാണങ്ങളിൽ എഴുതിയിരിക്കുന്ന കഥകളുമൊക്കെ തന്നെ പലപ്പോഴും എനിക്ക് തന്നെ പലതും വ്യത്യാസമുള്ളതായി എനിക്ക് തോന്നാറുണ്ട്. ഞാനും അന്വേഷണത്തിലാണ്. എൻ്റെ അന്വേഷണത്തിൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് എന്തായാലും ഗണേശ ഭഗവാന്റെ വിവാഹത്തെ പറ്റിയിട്ടുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പുരാണങ്ങളിലും പൊതുവായി പറഞ്ഞിട്ടുള്ളത് ഗണേശ ഭഗവാന്റെ വിവാഹമാണ്. ആരുടെ മക്കളെയാണ് ഗണേശ ഭഗവാൻ വിവാഹം കഴിച്ചത്, അവരുടെ പുത്രന്മാരാരൊക്കെ, പത്നിമാരുടെ പേരുകൾ. അതുപോലെ തന്നെ ബുദ്ധി കേന്ദ്രമാണ് ഗണേശൻ എന്നുള്ളത് എല്ലാ പുരാണങ്ങളിലും പൊതുവായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. തൽക്കാലം നമുക്കങ്ങനെ മനസ്സിലാക്കാം. പ്രധാനമായും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്, സാരാംശം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. ബുദ്ധിയുടെ കേന്ദ്രമാണ് ഗണേശൻ. അതുകൊണ്ട് തന്നെ ഗണേശ ഭഗവാനെ കുട്ടികളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ അവർ നിർബന്ധമായും പ്രാർത്ഥിക്കണം. കാരണം ഭാഗവതത്തിലും അതുപോലെ തന്നെ ഗണേശപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലുമൊക്കെ തന്നെ വിഘ്നേശ്വരൻ്റെ ബുദ്ധിശക്തിയെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓരോ കഥകളുടെയും അടിസ്ഥാനം എന്താണ്, ആ കഥകളിലൂടെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. മറ്റേതെല്ലാം കഥകളാണ്. അതിൽ പലതിലും പല വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ പ്രദേശത്തും പ്രചരിച്ചിരിക്കുന്ന കഥകൾക്കും വ്യത്യാസമുണ്ടാകാം. കാരണം നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ്. ധാരാളം ഋഷീശ്വരന്മാർ നമുക്കുണ്ടായിരുന്നു.
അവർ എഴുതി വെച്ച പുസ്തകങ്ങളാണ് നമ്മൾ പലപ്പോഴും പഠിക്കുന്നത്. അതിൽ തന്നെ വിവർത്തനങ്ങൾ പലത് വരുന്നുണ്ട്. വിവർത്തനങ്ങൾ വരുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങളും വരുന്നുണ്ട്. ഉദാഹരണം രാമായണം തന്നെ എത്രയോ രാമായണങ്ങളുണ്ട്. വാൽമീകിയാണ് രാമായണം എഴുതിയത്. നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന രാമായണം ഏതാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ്. വാൽമീകി രാമായണത്തിലുള്ള പലതും അധ്യാത്മരാമായണത്തിലില്ല. ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ രാമായണത്തിലും വ്യത്യാസമുണ്ട്. കമ്പരാമായണത്തിൽ വ്യത്യാസമുണ്ട്. ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള രാമചരിതമാനസം വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് അതിൻ്റെ സാരാംശം എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക. അഘൂരത സംകഷ്ടി ചതുർത്ഥി അത് മൃതമായി തന്നെ എടുത്തു പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ചന്ദ്രഭഗവാനെ പൂജിക്കുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.